ലോക സിനിമാ ചരിത്രത്തിൽ ഇടം പിടിച്ച ചിത്രമാണ് ടൈറ്റാനിക്. നടൻ ലിയനാർഡോ ഡികാപ്രിയോ ജാക്ക് എന്ന കഥാപാത്രമായും നടി കേറ്റ് വിൻസെൻ്റ് റോസായും വേഷമിട്ട ചിത്രം 1997 ഡിസംബർ 19 റിലീസ് ചെയ്തത്. ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് വർഷങ്ങൾക്കിപ്പുറവും വലിയ ആരാധകരാണുള്ളത്. അറ്റ്ലാന്റിക് കടലിൽ മഞ്ഞുമലയിൽ ഇടിച്ച് മുങ്ങിത്താണ ടൈറ്റാനിക് റോസിൻ്റെയും ജാക്കിൻ്റെയും നഷ്ടപ്രണയത്തിൻ്റെ കഥ പറഞ്ഞ ചിത്രം കൂടിയാണ്. ചിത്രത്തിൽ തണുത്തുറഞ്ഞ കടലിൽ നിന്നും റോസിനെ രക്ഷിക്കാനായി ജാക്ക് ഉപയോഗിച്ച വാതിൽ കഷണം ലേലത്തിൽ വിറ്റുപോയ വാർത്തയാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. $7,18,750 ഈ വാതിൽ കഷണം ലേലത്തിൽ പോയത്. അതായത് ഇന്ത്യൻ രൂപ ഏകദേശം 6 കോടിക്കടുത്താണിത്. ട്രഷേഴ്സ് ഫ്രം പ്ലാനറ്റ് ഹോളിവുഡിൻ്റെ ലേലത്തിലാണ് ഇത് വിറ്റുപോയത്. കപ്പലിൽ നിന്നും പൊളിഞ്ഞടർന്ന വാതിലാണ് ജാക്ക് റോസിനെ ജീവൻ രക്ഷിക്കാനായി കയറ്റിവിടുന്നത്. കഥയിൽ റോസിൻ്റെ ജീവൻ രക്ഷപ്പെടാൻ കാരണം കൂടിയാണ് ഈ വാതിൽ കഷണം. ഈ വാതിൽ കഷണം അടുത്തിടെ വലിയ ചർച്ചകൾക്കും കാരണമായിരുന്നു. സിനിമയുടെ അവസാനത്തിൽ ജാക്ക് മരിക്കുന്നതും റോസ് രക്ഷപ്പെടുന്നതുമായാണ് കഥ. ഈ മരക്കഷ്ണത്തിൽ 2 പേർക്കും രക്ഷപ്പെടാമായിരുന്നുവെന്നാണ് ചിലർ ഉയർത്തിയ വാദം. എന്നാൽ ആ സാഹചര്യത്തിൽ ഒരാൾക്ക് മാത്രമേ അതിജീവിക്കാൻ സാധിക്കൂവെന്നും ഇതിന് ശാസ്ത്രീയ തെളിവുണ്ടെന്നും സംവിധായകൻ മറുപടി പറഞ്ഞിരുന്നു.